കൊടുക്കുകയും ചെയ്ത ആദർശമാണ് പരിശുദ്ധ ഖുർആന്റെ ആദർശമെന്ന് നമുക്ക് കാണാൻ കഴിയും. ഞാൻ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിൽ പെണ്ണിനുണ്ടായിരുന്ന സ്ഥാനം അതും വഴി ഒഴുക്കി വിടുകയാണ് പരിശുദ്ധ ഖുർആൻ. ഇനി നീതിയുടെ അവസ്ഥ നോക്കുക. നീതി എന്ന് പറഞ്ഞാൽ ഉയർന്നവനൊരു നീതിയും ഭരണാധികാരിക്കൊരു നീതിയും സാധാരണക്കാരനൊരു നീതിയും എന്നതായിരുന്നു ലോകത്തിന്റെ നീതി വ്യവസ്ഥ. എല്ലായിടത്തും നീതി അങ്ങനെയായിരുന്നു. നമുക്ക് കാണാൻ കഴിയും ലോകത്തെല്ലായിടത്തും. ഞാൻ വിശദീകരിക്കുന്നില്ല. ആ നീതിയുടെ അവസ്ഥയിൽ നിന്ന് യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സാക്ഷി നിൽക്കുന്നവർ എന്നുള്ള നിലക്ക് നീതിക്ക് വേണ്ടി നിലകൊള്ളണമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ ആ നീതി ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഖുർആൻ. നീതി കേവലം കടലാസുകളിൽ അവശേഷിപ്പിക്കുകയായിരുന്നില്ല. നീതി എന്നത് ഒരു തമാശയും പ്രഹസനവുമാവുകയായിരുന്നില്ല. മധ്യകാലഘട്ടത്തിൽ പലപ്പോഴും ലോകത്തെ യൂറോപ്പിലെ കോടതികളിലെ നീതി നിർവഹണം എന്നത് പ്രഹസനമായിരുന്നു. 15-ാം നൂറ്റാണ്ടിൽ ഫ്രാൻസിൽ ഉണ്ടായ ഒരു കോടതിയിലെ കേസ് നമുക്ക് കാണാൻ കഴിയും. എലികൾക്കെതിരെ കേസ് കൊടുക്കുകയായിരുന്നു. എലികൾ പുറത്തു വന്നിട്ട് ധാന്യമെല്ലാം തിന്ന് നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് എലികൾക്കെതിരെ കേസ്. ആ എലികൾക്കെതിരെ കേസായിട്ട് ആ എലികൾക്ക് അനുകൂലമായി വാദിക്കാൻ ഷാസാനിയ എന്ന പ്രഗത്ഭ വക്കീൽ, ആ എലികൾക്ക് അനുകൂലമായി വാദിക്കുമ്പോൾ എലികൾക്കെതിരെ വാദിക്കാൻ വേറൊരു വക്കീല്. എന്നിട്ട് എലികളെ കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി അത് പറഞ്ഞപ്പോ കോടതിയിൽ ഹാജരാക്കണമെങ്കിൽ പൂച്ചകളെ കെട്ടിയിടണമെന്ന് ഷാസാനിയ എന്ന വക്കീല്. അങ്ങനെ പൂച്ചകളെ കെട്ടിയിടാൻ വേണ്ടി കോടതിയുടെ നിർദ്ദേശം. പൂച്ചകളെ കെട്ടിയിട്ടാൽ മാത്രം പോലെ നായ്ക്കളെയും കെട്ടിയിടണമെന്ന് നിർദ്ദേശം. നീതിയെ പ്രഹസനമാക്കിയിരുന്ന ലോക വ്യവസ്ഥയെപ്പോലെ നീതിയെ കേവലം പ്രഹസനമായി അവതരിപ്പിക്കുകയല്ല ഖുർആനോ ഇസ്ലാമിക സമൂഹമോ ചെയ്തത്. ഞാൻ പറഞ്ഞതുപോലെ ഫ്രാൻസിൽ എലികൾക്കെതിരായിരുന്നു കേസെങ്കിൽ സ്വിറ്റ്സർലാൻഡിലെ ബാൽ നഗരത്തിൽ കേസ് പൂവൻകോഴിക്കെതിരെയായിരുന്നു. കേസിലെ വിഷയം പൂവൻകോഴി മുട്ടയിട്ടു എന്നതായിരുന്നു. ഇതെല്ലാം നിയമപുസ്തകങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്, നിയമചരിത്ര ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതാണ്. അവസാനം കോടതി വിധിച്ചതോ ഒരിക്കലും പാടില്ലാത്ത കർമ്മം ചെയ്തതുകൊണ്ട് പൂവൻകോഴിയെ മാതൃകാപരമായി ജനങ്ങളുടെ മുന്നിൽ വെച്ച് വെട്ടിക്കൊല്ലണമെന്നും ഇങ്ങനെയുള്ള നിയമങ്ങളും നിയമകൂടങ്ങളും നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ നിയമത്തെക്കുറിച്ച് പഠിപ്പിക്കുക മാത്രമല്ല, ജന്തുക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് മറ്റൊരു വശത്ത് പഠിപ്പിച്ചു. ജന്തുവിനെ നിയമമല്ല പഠിപ്പിക്കേണ്ടത്, ജന്തുവിന് കാരുണ്യമാണ് നൽകേണ്ടത് എന്ന് പഠിപ്പിച്ചു. പൂച്ചയെ കെട്ടിയിട്ടതിന്, കാരുണ്യമില്ലാതെ ഭക്ഷണം കൊടുക്കാതെ പൂച്ചയെ കെട്ടിയിട്ടതിന് ഒരു പെണ്ണ് നരകത്തിൽ പോകുമെന്നും നായക്ക് വെള്ളം കൊടുത്തതിന് ഒരു മനുഷ്യൻ സ്വർഗത്തിൽ പോകുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക വഴി ജന്തുക്കളോടുള്ള കാരുണ്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമൂന ബിൽ ഖിസ്തി ശുഹദാഅ ലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിനെ സാക്ഷി നിൽക്കുന്നവരെന്ന നിലക്ക് നിങ്ങൾ നീതിക്ക് വേണ്ടി നിലനിൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ നീതിക്ക് വേണ്ടി നിലനിന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കറിയാലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണത്തെ മുൻനിർത്തിക്കൊണ്ട് ആ ഭരണത്തിന്റെ മാതൃകയിൽ ലോകത്ത് ഭരിച്ച് കാണിച്ചു കൊടുത്ത ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജി പോലും പറഞ്ഞത് ഉമറിന്റെ ഭരണമാണ് ഇന്ത്യക്ക് ആവശ്യമെന്നല്ലേ. എന്താ പ്രവാചകന്റെ ഭരണത്തിന്റെ പ്രത്യേകത? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭരണാധികാരിയായപ്പോ നീതി എന്നത് വലിയവനൊരു നീതിയും താഴ്ന്നവന് മറ്റൊരു നീതിയും എന്നുള്ള സങ്കല്പത്തിന്റെ അടിവേരറുത്ത് തകർത്ത് തരിപ്പണമാക്കുകയാണ്. നമുക്കറിയാം ചരിത്ര സംഭവം. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു സ്ത്രീ മോഷ്ടിച്ചു ഉയർന്ന കുടുംബക്കാരിയാണ്. അത് ബനൂ മഖ്സൂം ഗോത്രത്തിൽപ്പെട്ടവളാണ്. അതുകൊണ്ട് തന്നെ അവൾക്കെതിരെ ഒരു കൈവെട്ടുന്ന ശിക്ഷ നടപ്പാക്കിയാൽ അത് വലിയ നാണക്കേടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തമാനിയായി ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉസാമത്ത് ബിൻ സയ്യിദിനോട് ഒരു ശുപാർശയ്ക്ക് വേണ്ടി എല്ലാ അനുയായികളിൽ പലരും, പ്രത്യേകിച്ച് ആ പെണ്ണിന്റെ കുടുംബക്കാർ ആവശ്യപ്പെടുകയാണ്. ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോയി ഒരു ചെറിയ ശുപാർശ. പ്രവാചകന്റെ മുഖം വിവരണമാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറുന്നു. പ്രവാചകൻ പറയുന്നു, ഇതാ നിങ്ങളുടെ മുൻപുള്ള സമുദായങ്ങൾ നശിപ്പിക്കപ്പെട്ടത് ഇതുകൊണ്ടാണ്. ഒരു നിയമം, നീതി, പാവപ്പെട്ടവൻ തെറ്റ് ചെയ്താൽ അവനെതിരെ മാത്രം, ഉയർന്നവന് തെറ്റ് ചെയ്താൽ അവർക്കെതിരെ ഇല്ല എന്നുള്ള നീതി വ്യവസ്ഥയില്ലേ? അതുകൊണ്ടാണ് നിങ്ങൾക്ക് മുൻപുള്ളവർ തകർക്കപ്പെട്ടത്. ഇതാ എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. ഈ മുഹമ്മദിന്റെ മകൾ ഫാത്തിമ കട്ടാലും
അവളുടെ കൈ മുറിക്കുക തന്നെ ചെയ്യും. ഇത് പ്രവാചകന്റെ വെറും വാക്കായിരുന്നില്ല. ഇസ്ലാമിക ചരിത്രം നീതിക്ക് വേണ്ടി സാക്ഷിയായതിന്റെ സാക്ഷ്യമാണ് ഗാന്ധിജി പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ മറ്റെവിടെയാണ് നിങ്ങൾക്ക് വായിക്കാൻ കഴിയുക? ഖലീഫ ഒരു കുപ്പായം, വലിയൊരു കുപ്പായം ഇട്ടപ്പോ ഈ കുപ്പായത്തിന് തുണി എവിടുന്ന് കിട്ടിയ ഖലീഫ എന്ന് ചോദിക്കുന്ന പ്രജയെ ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ മറ്റെവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ മറ്റെവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും? ഖലീഫ പദവി ഏറ്റെടുത്തതിന് ശേഷം ആടിനെ കറക്കാൻ പോകുന്ന ഖലീഫയെ കാണുമ്പോ, എന്തേ ഖലീഫ ഇന്ന് ആടിനെ കറക്കാൻ പോകുന്നു എന്ന് ചോദിച്ചപ്പോ, ഇന്നലെ വരെ ഞാൻ ചെയ്തിരുന്ന ഒരു പണി, ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ആടിനെ കറക്കുക എന്ന പണി, അതിന്ന് ഖലീഫയായി നിർത്തിവെച്ചാൽ ആ പെണ്ണ് പ്രയാസപ്പെടില്ലേ എന്ന് നീതിബോധം പ്രവർത്തിച്ച ആ അബൂബക്കറിന്റെ ചരിത്രം ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ എവിടെ കാണാൻ കഴിയും? ഇസ്ലാമിക ചരിത്രത്തിലല്ലാതെ മറ്റെവിടെ കാണാൻ കഴിയും? തന്റെ പടയങ്കി നഷ്ടപ്പെട്ടതിന് അതൊരു ജൂതന്റെ അടുത്തുണ്ട് എന്നറിഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കുന്ന ഖലീഫയെയും, ജൂതൻ അനുകൂലമാണ് തെളിവുകൾ എന്ന് കാണുമ്പോ ജൂതന് പടയങ്കി ജൂതന് കൊടുക്കേണ്ടതാണ് എന്ന് വിധിക്കുന്ന കോടതിയും, അങ്ങനെ വിധിക്കപ്പെടുന്നത് കാണുമ്പോ ഇതാ ഇത്ര നീതിനിഷ്ഠമായ ഇസ്ലാമിക ഭരണമോ ഇത് പടച്ചവന്റെ അടുത്ത് നിന്നുള്ളതല്ലാതെയല്ല എന്ന് തിരിച്ചറിഞ്ഞ് ജൂതൻ ഇസ്ലാം സ്വീകരിക്കുന്ന രംഗവും അലി റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ സംഭവിച്ചതാണ്. ഇത് നീതി കേവലം വാക്കുകളിലല്ല, മറിച്ച് പ്രവർത്തനക്ഷമമാക്കി കൊണ്ടുവരികയായിരുന്നു. അതേപോലെ തന്നെ ധാർമ്മികതയുടെ അവസ്ഥ പറയേണ്ടതില്ല, എല്ലാവർക്കും അറിയാവുന്നത്. പലപ്പോഴും പറയാറുണ്ട്, അറബികൾ 3 W വാർ, വുമൺ ആൻഡ് വൈൻ. ഈ 3 W നിന്ന്, അഥവാ പെണ്ണിൽ നിന്നും മദ്യത്തിൽ നിന്നും അതേപോലെ തന്നെ മൽപിടുത്തങ്ങളിൽ നിന്നും അതിൽ നിമഗ്നമായി കഴിഞ്ഞിരുന്ന അറബികളെ രക്ഷപ്പെടുത്തി ലോകത്തിന് മാതൃകയാക്കി എന്നത് പരിശുദ്ധ ഖുർആന്റെ സവിശേഷതയായി പറയാറുണ്ട്. അവിടെ നിൽക്കുന്നില്ല ഖുർആന്റെ സവിശേഷത. ലോകത്ത് ധാർമ്മികത എന്നത് തത്വജ്ഞാനവുമായി ബന്ധമില്ലാതെ വേറിട്ട് സ്ഥിതി ചെയ്യുന്ന അവസ്ഥയായിരുന്നു. തത്വജ്ഞാനി ഒരു വശത്ത് തത്വജ്ഞാനം പ്രസംഗിക്കുക, അയാളുടെ ജീവിതമോ അയാളുടെ ധാർമ്മികതയോ ഒന്നും പ്രശ്നമല്ല. അയാൾ തത്വജ്ഞാനി. ധാർമ്മികത എന്നത് കേവലം കാടുകളിൽ പോയി സന്യാസികൾക്ക് മാത്രമുള്ളത്. മറ്റുള്ളവർ എങ്ങനെയും ഇതായിരുന്നു ലോകത്തെ വ്യവസ്ഥ. നമുക്കറിയാമല്ലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രകീർത്തിക്കപ്പെടുന്ന ആളുകൾ പോലും, ഗ്രീക്കിലെ വലിയ വലിയ ദിശനാശാലികൾ പോലും, സോക്രട്ടീസിനെ പോലെയുള്ള ആളുകൾ പോലും അവർക്ക് തിയോഡാന എന്ന് പറയുന്ന വേശ്യയുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് ആരോപിക്കപ്പെട്ടിരുന്നു. പ്ലാറ്റോയെ പോലെയുള്ള തത്വജ്ഞാനത്തിന്റെ അടിത്തറകൾ പഠിപ്പിച്ച, ലോകത്തിന്റെ റിപ്പബ്ലിക് എന്താണ് എന്ന് പഠിപ്പിച്ച എല്ലാ മഹാന്മാരായി പറയപ്പെടുന്ന ആളുകൾ പക്ഷേ സ്വർഗരതിയുടെ ആളുകളായിരുന്നു എന്ന് ലോകം തിരിച്ചറിയുന്നു. ഇങ്ങനെ എല്ലായിടത്തും നിങ്ങൾക്ക് ഭാരതത്തിൽ വന്നാൽ മതവും ലൈംഗികതയുമെല്ലാം കൂടിക്കുഴഞ്ഞ് വൃത്തികെട്ട രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് നമ്മൾ കാണുക. നമുക്കറിയാമല്ലോ ചുവർ ചിത്രങ്ങളെ, ക്ഷേത്രങ്ങളിലെ ചുവർ ചിത്രങ്ങളെ കുറിച്ച്. ഇന്ത്യയിലാണ് ഒരു മഹർഷിയായി അറിയപ്പെട്ടിരുന്നയാൾ. അയാൾ വളരെ കൃത്യമായി എഴുതുകയും, വാത്സ്യായനന്റെ കാമസൂത്രം, അദ്ദേഹം വാത്സ്യായന മഹർഷിയായി അറിയപ്പെട്ടിരുന്നയാൾ കാമസൂത്രം എഴുതുകയും വ്യത്യസ്തങ്ങളായ സ്ത്രീകളുമായി രമിക്കേണ്ടതെങ്ങനെ എന്ന് കൃത്യമായി കാര്യകാരണ സഹിതം എഴുതുകയും അതിനെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥം ആ രാജ്യത്തെ സാധാരണക്കാരന്റെ ഗ്രന്ഥമായി മാറിയത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും അധാർമികത കൊടികുത്തി വാഴുന്നിരുന്ന, അത് തത്വജ്ഞാനം എന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് തത്വജ്ഞാനത്തിന്റെ ലെവലിൽ അവരുടെ മൂക്കിന് ചോടെ തന്നെ ഏറ്റവും വലിയ അധാർമികതകൾ നിലനിന്നിരുന്ന സമയത്ത് റോമിൽ ഈ ക്രിസ്തുമതം കടന്നു വന്നതിന് ശേഷവും അവരുടെ ഫ്ലോറാലിയ ഉത്സവത്തിനോടനുബന്ധിച്ച് നഗ്ന നൃത്തം ഉണ്ടായിരുന്നു അത്രേ. റോമിലെല്ലാം ഓപ്പൺ കുളിമുറികളായിരുന്നു എന്ന് പറയപ്പെടുന്നു, രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഈ ഓപ്പൺ കുളിമുറികളിൽ, തുറന്ന കുളിമുറികളിൽ നഗ്നസ്നാനമായിരുന്നു ആണും പെണ്ണും കലർന്നുകൊണ്ടുള്ള. ഇതൊന്നും ഒരു തെറ്റുള്ളതായി അവർ കരുതിയിരുന്നില്ല. മദ്യവും മറ്റ് ലഹരി വസ്തുക്കളും അവർക്ക് പഥ്യവും. ഇന്ത്യയിലാണെങ്കിൽ സുരയും സോമവും ആരാധിക്കപ്പെട്ടിരുന്ന മദ്യങ്ങളായിരുന്നു. അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള അവസ്ഥയായിരുന്നു ഇവിടെയെല്ലാം ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് ഇസ്ലാം കൃത്യമായ ധാർമ്മികതയുടെ ശബ്ദവുമായി കടന്നു വരുന്നത്. ധാർമ്മികത എന്നത് ജീവിതത്തിന്റെ ഫിലോസഫിയിലെ തത്വജ്ഞാനം എന്നത് ജീവിതത്തെ പരിവർത്തിപ്പിക്കുവാനുള്ളതാണ് എന്നും ജീവിതത്തിന്റെ വിമലീകരണമാണ് ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം ഉൾക്കൊള്ളുന്നത് എന്നും ഇസ്ലാമിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചട്ടാവായ തമ്പുരാൻ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത് എന്ന സിദ്ധാന്തം ജനങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അവരുടെ ജീവിതം വിമലീകരിക്കപ്പെടുമെന്നും ആ വിമലീകരിക്കപ്പെട്ട ജീവിതത്തിൽ പിന്നീട് അധാർമികതകളൊന്നും കടന്നു വരികയില്ല എന്നും ആ ധാർമ്മികത എന്ത്
എന്ത്, അധാർമികത എന്ത് എന്ന് കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലത്തി ഹിയ അഖ്വം. ഈ ഖുർആൻ